ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. എല്ലാവർക്കും തന്നെ ഈ 3 മാസത്തിലൊക്കെ 30 കിലോ കുറയുന്നതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ചിലർക്ക് ഒരുപാട് സമയമെടുക്കും, ചിലർക്കത് വേഗം അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ 15 കിലോ കുറച്ചത് ഏകദേശം 8 മാസം കൊണ്ടാണ്. പലതവണ ഞാൻ ഇതിനിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തു. നാട്ടിൽ പോകുമ്പോഴൊക്കെ എനിക്ക് ഡയറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഓരോ തവണ ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോഴും 1-2 കിലോ കൂടും, വീണ്ടും അവിടെ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇത്രയും കുറച്ചെടുത്തത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ ഇന്ന് പറഞ്ഞുതരാം. ഒരു പ്രാവശ്യം ഡയറ്റിംഗ് നിന്ന് പോയാൽ എല്ലാം കയ്യിൽ നിന്ന് പോയി എന്നാണ് പലരും വിചാരിക്കുന്നത്. അങ്ങനൊന്നുമല്ല. നമ്മളിട്ട എഫേർട്ട് അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ ഒന്നുകൂടെ ഒന്ന് പുഷ് ചെയ്ത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള 5 ടിപ്സാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ കാര്യം, നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം തന്നെ ആകെ മൊത്തത്തിൽ പഴയതുപോലെ ആ ഡയറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാൻ പാടില്ല. അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാര്യം കുറേ ദിവസമായിട്ട് നമ്മൾ ഡയറ്റിലല്ല, കുറേ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിക്കണം എന്നുള്ള ക്രേവിങ്ങും നമുക്കുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് നല്ല വിശപ്പും ഉണ്ടാകും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മൊത്തത്തിൽ മുന്നേ ഡയറ്റ് ചെയ്തിരുന്നത് പോലെ ഫുഡ് അങ്ങ് റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 3 മീലിൽ ഏതെങ്കിലും ഒരു മീല് മാത്രം നമ്മൾ ഡയറ്റ് ചെയ്തിരുന്ന സമയത്ത് എന്താണോ ഫോളോ ചെയ്തിരുന്നത് അത് തന്നെ തിരിച്ച് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് മിക്കവാറും മുട്ടയായിരിക്കും കഴിക്കുന്നത്. ഈ ഡയറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് കഴിക്കും, അല്ലെങ്കിൽ ഓട്സ് മുട്ടയും കൂടി ചേർത്തിട്ട് അങ്ങനെ കഴിക്കും. ഇങ്ങനെയൊക്കെയായിരുന്നു കഴിച്ചിരുന്നത്. അപ്പോൾ ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ ആ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം പഴയതുപോലെ ആക്കും. ലഞ്ചും ഡിന്നറും സാധാരണ രീതിക്ക് തന്നെ കഴിക്കും. അടുത്ത ദിവസം ഞാൻ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഞാൻ ഡയറ്റ് ചെയ്തിരുന്ന സമയത്ത് എങ്ങനെയാണോ അതുപോലെ കഴിക്കും. ഡിന്നർ എനിക്കിഷ്ടമുള്ളതൊക്കെ വലിച്ചു വാരിയിട്ട് കഴിക്കും. 3-ാമത്തെ ദിവസം ഇത് മൊത്തത്തിലങ്ങ് നല്ല രീതിക്കുള്ളൊരു ഡയറ്റിംഗ് ഡേ ആയിട്ട് മാറ്റിയെടുക്കും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ആ ട്രാക്കിൽ ചെന്ന് വിടാനായിട്ട് ഈസിയാണ്. പിന്നെ നമ്മൾ കുറേയൊക്കെ ഡയറ്റിംഗ് നിന്ന് പുറത്തൊക്കെ പോയാലും നിങ്ങൾക്ക് എന്തായാലും ഒരു 2 കിലോയ്ക്ക് മുകളിലൊന്നും പോയിട്ടുണ്ടാവില്ല. 2 കിലോയിൽ കൂടുതലായി പോയെങ്കിലും ഒരു കുഴപ്പമില്ല. ഇപ്പം നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി പലർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഒരു ഗിൽറ്റി ഫീലിംഗ്. ഞാൻ നല്ല രീതിക്ക് ഡയറ്റ് ചെയ്ത് ഒരു 5 കിലോ കുറഞ്ഞതാണ്, പെട്ടെന്ന് അങ്ങ് പോയല്ലോ, 2 കിലോ കൂടുകയും ചെയ്തു, അതായത് വീണ്ടും 3 കിലോ കുറഞ്ഞ കണ്ടീഷനിലെത്തി, ഇനി അവിടുന്ന് തുടങ്ങണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ഡയറ്റിംഗ് ഒക്കെ വിട്ടിട്ട് വീണ്ടും വലിച്ചുവാരി കഴിക്കും. 5 കിലോ കുറഞ്ഞ സ്ഥലത്ത് 7 കിലോ അങ്ങോട്ട് കൂടും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇടയ്ക്കൊരു ഗ്യാപ്പ് എടുത്തു, നല്ല രീതിക്ക് ആ മടുത്തിരുന്നൊരു ഒന്നും കഴിക്കാൻ പറ്റുന്നില്ലല്ലോ, മധുരം കഴിക്കാൻ പറ്റുന്നില്ല, നമുക്കിഷ്ടമുള്ള ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് നമ്മളുടെ ബ്രെയിനിനൊരു ഫ്യൂവലൊക്കെ കൊടുത്താൽ നമ്മൾ വീണ്ടും ഒന്ന് പിക്കപ്പായി എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഒട്ടും ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമ്മളുടെ ലൈഫാണ്, ഒരു ലൈഫേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കഴിക്കുകയും വേണം, നമുക്കെങ്കിൽ ഹെൽത്തി ആയിട്ടിരിക്കുകയും വേണം. അപ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ഡയറ്റിലൊന്നും ജീവിക്കാനായിട്ട് എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല. എനിക്ക് പറ്റത്തില്ല. ഞാൻ ഭയങ്കര ഒരു ഫുഡിയാണ്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു ബ്രേക്ക് കിട്ടി, ആ കിട്ടിയ ബ്രേക്ക് ഞാൻ നല്ലോണം യൂട്ടിലൈസ് ചെയ്തു, ഇനി ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യില്ല. ഇനി 3-ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കൽ ഡയറ്റൊക്കെ നിർത്തി കുറച്ച് നല്ലോണം ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത 2 ആഴ്ചത്തേക്ക് വെയിറ്റ് നോക്കാതിരിക്കുന്നതാണ് നല്ലത്. വെയിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഡയറ്റ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുക, 2 ആഴ്ച ഡയറ്റ് ചെയ്തിട്ട് വെയിറ്റ് നോക്കാം. ചിലപ്പോൾ നിങ്ങൾ മുന്നേ ഇരുന്നതിനേക്കാളും വെയിറ്റ് താഴെ വന്നിട്ടുണ്ടാവും. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഏത് വെയിറ്റിലാണോ അവസാനം ഡയറ്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തത് ആ വെയിറ്റെങ്കിലും ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരിക്കൽ ഡയറ്റ് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അന്ന് രാവിലെ വെയിറ്റ് നോക്കാതിരിക്കുന്നതാണ് നല്ലത്. 4-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഗ്രീൻ ടീ കുടിക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ നല്ലപോലെ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കണം. ഒരു ദിവസം 2 കപ്പ് ഗ്രീൻ ടീ വരെ കുടിക്കാം, 3 ലിറ്റർ വെള്ളവും കുടിക്കണം. 3 മുതൽ 4 ലിറ്റർ വരെയും കുടിക്കാം. എന്തുകൊണ്ടാണിത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഗ്രീൻ ടീ കുടിക്കുമ്പോൾ നമുക്ക് വിശപ്പൊന്ന് അടങ്ങിയതുപോലെ തോന്നും. നമുക്ക് ഈ ഭയങ്കരമായിട്ട് വലിച്ചു അരിയൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് ഡയറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ വിശപ്പ് പിടിച്ചു നിർത്താനായിട്ട് പറ്റത്തില്ല. ഇതിന് ഗ്രീൻ ടീ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ തലേന്ന് ഒരുപാട് ഉപ്പടങ്ങിയിട്ടുള്ളത് ഓയിലായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മളുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആവും. അതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നതും സഹായിക്കും. എന്ന് വെച്ച് വെള്ളം ഇതിന് വേണ്ടിയിട്ട് മാത്രം കുടിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സാധനമല്ല. വെള്ളം എപ്പോഴും തന്നെ ഒരു 3 മുതൽ 4 ലിറ്റർ വരെ കുടിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി 5-ാമത്തെ പോയിന്റ്, ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ ഡയറ്റ് ചെയ്യുന്നതും സ്റ്റോപ്പ് ചെയ്യുന്നതും റീസ്റ്റാർട്ട് ചെയ്യുന്നതും ഒക്കെ കണ്ടിരിക്കുന്നതിൽ പലരും നമ്മളെ ചൊറിയും. ഇങ്ങനെയൊക്കെ ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ നീ എങ്ങനെ വെയിറ്റ് കുറയാനാണ് എന്ന് ചോദിക്കും. ബോദർ ചെയ്യരുത്. ഇത് ഞാൻ മുന്നേ പറഞ്ഞു, ഇത് നമ്മുടെ ലൈഫാണ്. നമുക്കൊരു ദിവസം കഴിക്കണം എന്ന് തോന്നിയാൽ നമ്മൾ കഴിക്കും. അത് കഴിഞ്ഞ് നമുക്ക് വെയിറ്റ് കുറയ്ക്കണം എന്ന് തോന്നിയാൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കും. ഈ ചോദ്യം ചോദിക്കാൻ പറ്റുന്ന
2 പേര് ആരൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് വേണേൽ ചോദിക്കാം. കാര്യം ആ ഡോക്ടറെ നിങ്ങൾ റിക്കവറായി വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രെയിനറിനെ ചോദിക്കാം. കാര്യം നിങ്ങൾ നല്ല രീതിക്ക് വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് നോക്കിയിരിക്കുന്ന ഒരാളാണ് ആ ട്രെയിനർ. അതല്ലാതെ ഈ ഫ്രണ്ട്സ്, ഫാമിലി ഇവർക്കൊന്നും നിങ്ങളെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ളൊരു ചാൻസ് നിങ്ങൾ കൊടുക്കരുത്. നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തും അതുപോലെ തന്നെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തും നല്ല രീതിക്ക് നിൽക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ഫാമിലി മെമ്പർ ഒരിക്കലും ഇങ്ങനെ ചൊറിയത്തില്ല. വളരെ സപ്പോർട്ടീവ് ആയിരിക്കും. പോട്ടെ, കഴിച്ചു പോയില്ലേ, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യൂ, ഇതൊന്നും വലിയ സംഭവമല്ല എന്ന് പറയുന്ന ഒരാളാണ് കൂടെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആകും. അതല്ലാണ്ട് നീ 4 ദിവസം ഇഷ്ടം പോലെ കഴിച്ചില്ലേ, ഇനിയിപ്പോൾ എങ്ങനെ വെയിറ്റ് പറയാനാണ്, നീ ഇതൊക്കെ അങ്ങ് കളയും, നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല എന്ന് പറയുന്ന ഒരാളെ ശ്രദ്ധിക്കരുത്. അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്നുള്ളത് പോലും ബോതർ ചെയ്യരുത്. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഈ വെയിറ്റ് ലോസ് ജേർണി എന്ന് പറയുന്നത് ഒരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. എല്ലാവർക്കും തന്നെ അങ്ങനെ പെട്ടെന്നൊന്നും ഒരു 30 കിലോ 40 കിലോ ഒക്കെ 3 മാസത്തിൽ 4 മാസത്തിലൊന്നും കുറച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മളെ സാഹചര്യം അതിനൊരു പ്രശ്നമായിരിക്കാം, നമ്മളുടെ ഹെൽത്ത് അതിനൊരു പ്രശ്നമായിരിക്കാം, അതുപോലെ തന്നെ നമ്മുടെ ക്രേവിങ് ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കും. പ്രത്യേകിച്ച് ലേഡീസിന് ഈ പീരീഡ് സമയത്തുള്ള ക്രേവിങ് ഒക്കെ വലിയൊരു തടസ്സമാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നിരിക്കും. അതൊന്നും കാര്യമാക്കരുത്, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.